empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പരിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും സൂസന്നയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, എത്ര വലിയ പ്രശ്നത്തിന് മുൻപിലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചപ്പോൾ, കർത്താവിന്റെ മുൻപിൽ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ, കർത്താവ് അത്ഭുതകരമായ രീതിയിൽ അവിടെ ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായി നമ്മൾ കണ്ടു. സൂസന്നയുടെ ജീവിതത്തിൽ ദാനിയേൽ പ്രവാചകനെ പറഞ്ഞുവിട്ട് ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ ദാനിയേൽ പ്രവാചകൻ വളരെ വിവേകത്തോടെ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും സൂസന്നയെ വിമുക്തിയാക്കുന്നത്, സ്വതന്ത്രയാക്കുന്നത് നമ്മൾ കണ്ടു. സങ്കീർത്തകനായ ദാവീദ് 121 അധ്യായം 1-2 തിരുവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നു വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദാവീദ് രാജാവും സൂസന്നയെ പോലെ തന്നെ ഏറ്റുപറയുകയാണ്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ സഹായം കർത്താവിൽ നിന്ന് വരുന്നു എന്ന്. എന്റെ കാൽ വഴുതുവാനായി അവിടുന്ന് സമ്മതിക്കുകയില്ല എന്ന്. ഈ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. എന്ത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുകയാണെങ്കിലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാനാ പരിശുദ്ധ വചനം പറയുന്നത്. ഉറപ്പായിട്ടും സഹായം ലഭിക്കുക തന്നെ ചെയ്യും. കാൽ വഴുതി നമ്മൾ അവിടെ വീഴാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നാം നേരിടുന്ന പ്രതിസന്ധികളെ, നമ്മുടെ വിഷമങ്ങളെ എല്ലാം ഈ കർത്താവിന്റെ മുൻപിൽ നമുക്ക് അർപ്പിക്കാം. തീർച്ചയായും നമുക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട്, ഒപ്പം കർത്താവിന്റെ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി തെറ്റി വീഴാതെ, ഒരിക്കലും പതറിപ്പോകാതെ അങ്ങിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാൻ കരുതുന്നവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. വിശ്വസിക്കുന്ന കർത്താവേ, കാക്കുന്നവൻ മയങ്ങുകില്ല, നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. കർത്തനായവൻ ഞാൻ കരുതുന്നവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല, നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അങ്ങ് ഞങ്ങളെ മയങ്ങാതെ ഉറങ്ങാതെ കാത്തു പരിപാലിക്കുന്നവനാണ്. കർത്താവേ, ഞങ്ങൾ വഴിതെറ്റി വീഴാതെ ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന ദൈവമാണ്. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഉറ്റവരുടയവർ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല. പെറ്റ തള്ള നിന്നെ മറന്നിടിലും
ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഹല്ലേലൂയ. ഉറ്റവരുടയവർ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല. പെറ്റ തള്ള നിന്നെ മറന്നിടിലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, ഹല്ലേലൂയ. മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, കൈവിടുകില്ല, വാക്കുമാറുകയില്ല, ഹല്ലേലൂയ. കൈവിടുകില്ല, വാക്കുമാറുകയില്ല, ഈശോയെ ആരാധന. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവെ, ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിന്റെ പരിപാലനെ ഒരിക്കൽ പോലും ചെറിയൊരു സംശയം പോലും ഇല്ലാതെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് തിരുക്കുടുംബത്തെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട യൗസേപ്പ് പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളും പരിപൂർണമായും കർത്താവിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ യൗസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സൂസന്നയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒന്ന് യാത്ര ചെയ്യുകയായിരുന്നു. സൂസന്നയുടെ ജീവിതത്തിലെ ആ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് കർത്താവിലേക്ക് നോക്കിയപ്പോൾ, കർത്താവിൽ അവൾ ആശ്രയം കണ്ടെത്തിയപ്പോൾ എപ്രകാരമാണ് അവളുടെ നിലവിളിക്ക് ഉത്തരം ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് സൂസന്നയുടെ കുടുംബത്തെക്കുറിച്ചാണ്. സൂസന്നയുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ചും പരിശുദ്ധ ബൈബിളിൽ വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് അവരെ കുറിച്ചൊക്കെ, അവരെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അവരിലൂടെ കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ എല്ലാം നമ്മുടെ റോൾ എന്താണെന്ന് സൂസന്നയുടെ ജീവിതത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വചന ഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. സൂസന്നയുടെ അപ്പനെയും അമ്മയെയും കുറിച്ച് പരിശുദ്ധ വചനം എന്താണ് പറയുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 3-ാം തിരുവാക്യം. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പനെയും അമ്മയെയും കുറിച്ച് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ മോശയുടെ നിയമം അനുസരിച്ച് തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നീതിനിഷ്ഠയോടെ ജീവിച്ചവരായിരുന്നു ആ മാതാപിതാക്കൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പനും അമ്മയും എന്ന നിലയിൽ നാം ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തെ പരിശുദ്ധ വചനം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഈ ഒരു വചനം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് വീണ്ടും പറയുകയാണ്, തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളിലും മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ച മാതാപിതാക്കളായിരുന്നു അവർ. ആ പഠിച്ചതനുസരിച്ച് സൂസന്ന തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ഒരിക്കൽ പോലും താൻ പഠിച്ച മോശയുടെ നിയമത്തിൽ നിന്ന്
ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവൾ തയ്യാറായിരുന്നില്ല. ആ മാതാപിതാക്കൾ തങ്ങൾക്കുണ്ടായിരുന്ന ആ വലിയ ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായി, ഏറ്റവും പൂർണ്ണതയിൽ അവിടെ പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും ചിന്തിക്കുക, കർത്താവിന്റെ കൽപ്പനകളെ, കർത്താവിന്റെ നിയമത്തെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ എത്രമാത്രം ഞാൻ വിജയിച്ചിട്ടുണ്ട്. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം മോശയുടെ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് പരിശുദ്ധ വചനം മുഴുവൻ നമ്മുടെ കൈവശമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പാകത്തിന്, എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പാകത്തിന് എല്ലാ നിയമങ്ങളും നമുക്ക് വളരെ സമീപസ്ഥമാണ്. നമ്മൾ അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നമ്മുടെ മക്കളെ എത്രമാത്രം അതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ വിശ്വാസത്തിന്റെ നിലപാടുകൾക്ക് വേണ്ടി നിൽക്കാൻ മക്കൾക്ക് എത്രമാത്രം നമ്മൾ പ്രാധാന്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? മാതാപിതാക്കൾ ഓരോരുത്തരും ചിന്തിക്കുക, കർത്താവ് നൽകിയ ഈ ഒരു വലിയ ഉത്തരവാദിത്വത്തെ ഞാൻ നിറവേറ്റിയിട്ടുണ്ടോ എന്നത്. തുടർന്ന് നമുക്ക് സൂസന്നയിലേക്ക് തന്നെ വരാം. സൂസന്നയുടെ സ്വഭാവത്തെ പറ്റി, സൂസന്നയെ പറ്റി പരിശുദ്ധ വചനം എന്താ പറയുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം തിരുവാക്യം. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. സൂസന്നയുടെ ഭർത്താവിന്റെ പേര് യോവാക്യം എന്നാണ്. ഹിൽക്കിയായുടെ മകളായ അതീവ സുന്ദരിയായ ദൈവഭക്തയായ സൂസന്നയെ അവൻ വിവാഹം ചെയ്യുകയാണ്. മോശയുടെ കൽപ്പനകളും നിയമങ്ങളും എല്ലാം അനുസരിക്കുക മാത്രമല്ല, അതൊരു നിയമത്തിന്റെ പേരിൽ അനുസരിക്കുക മാത്രമല്ല സൂസന്ന ചെയ്തത്. കർത്താവിനോടുള്ള ഭക്തിയിൽ, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിൽ അവൾ സ്വയം വളർന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു. ദൈവഭക്തിയിൽ അടിയുറപ്പുള്ള ഒരു സ്ത്രീയായിരുന്നു സൂസന്ന. തുടർന്ന് 31-ാം വാക്യത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു. അവളുടെ ആ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംസ്കൃത ചിത്തയായ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു സൂസന്ന. വീണ്ടും 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവളുടെ നിലപാട് എന്താണെന്ന് 35-ാം വാക്യം വ്യക്തമാക്കി തരുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. താൻ ഒരു ദൈവഭക്തയായ സ്ത്രീയാണെന്ന് അവൾ തെളിയിച്ചു തരികയാണ്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുമ്പോഴാണല്ലോ നമ്മൾ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, കർത്താവിനോടുള്ള ഒരു ഭക്തിയിൽ നമുക്ക് എത്രമാത്രം ഉറപ്പുണ്ടെന്ന് വ്യക്തമാകുന്നത്. ഇവിടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടപ്പോൾ സൂസന്ന കർത്താവിനെ വിളിച്ച് കരയുകയാണ്, കർത്താവിൽ ആശ്രയം കണ്ടെത്തുകയാണ്. അതിസുന്ദരിയായ, ദൈവഭക്തയായ, സംസ്കൃത ചിത്തയായ, കർത്താവിൽ ആശ്രയം ഉറപ്പിച്ച ഒരു സ്ത്രീയായിരുന്നു സൂസന്ന. ഈ സൂസന്നയെ കർത്താവ് നമുക്ക് മുൻപിൽ നിർത്തി തരുമ്പോൾ നമ്മൾ സ്വയം നമ്മെ തന്നെ വിലയിരുത്തുക. കർത്താവിന്റെ മുൻപിൽ നമ്മുടെ മാർക്ക് എന്തായിരിക്കും? സൂസന്നയെ കുറിച്ച് പരിശുദ്ധ വചനം ഇത്രയേറെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ ദൈവഭക്തിയെക്കുറിച്ച് കർത്താവിന് എന്തായിരിക്കും പറയുവാനുള്ളത്? വീണ്ടും നമുക്ക് സൂസന്നയുടെ ഭർത്താവായ യോവാക്കിമിലേക്ക് കടന്നു വരാം. പരിശുദ്ധ വചനം യോവാക്കിമിനെ കുറിച്ച് എന്താണ് പറയുന്നത്? 13-ാം അധ്യായം 1-ാം വാക്യം. യോവാക്കിം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു യഹൂദനായിരുന്നു യോവാക്കിം. തുടർന്ന് 4-ാം വാക്യത്തിൽ തിരുവചനം തുടരുകയാണ്. യോവാക്കിം വളരെ സമ്പന്നനായിരുന്നു. വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു. ഈ ഒരു തിരുവാക്യത്തിൽ നിന്നും യോവാക്കിം എത്രമാത്രം ആദരണീയനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദർ തങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനെല്ലാം അന്ന് സമീപിച്ചിരുന്നത് യോവാക്കിമിനെ ആയിരുന്നു. തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് ന്യായാധിപന്മാർ കൂടുന്നതെല്ലാം
യോവാക്കിമിന്റെ ഈ ഒരു തോട്ടത്തിലായിരുന്നു. അവിടെയാണ് സൂസന്നയ്ക്കെതിരെ പ്രശ്നം വരുന്നതും തുടർന്ന് കർത്താവിന്റെ ആത്മാവ് ദാനിയേലിലൂടെ അവിടെ വലിയൊരു ഇടപെടൽ നടത്തുന്നതും. അങ്ങനെ യോവാക്കിം എല്ലാവർക്കും ആദരണീയനായ സമ്പന്നനായ ഒരു കുടുംബസ്ഥനായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, സൂസന്നയുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് നമ്മൾ കണ്ടു. എന്തിനാണ് പരിശുദ്ധ വചനം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഓരോരുത്തരെയും കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്? തുടർന്ന് നമുക്കറിയാം, ആ കുടുംബം ഒന്നിച്ച് ആ ഒരു വലിയ പ്രശ്നത്തെ നേരിടുകയാണ്. സൂസന്നയെ തെറ്റായ ആ ഒരു ആരോപണം ഏറ്റപ്പോൾ കുടുംബത്തിനാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അവർ ഒരുമിച്ചാണ് ആ പ്രശ്നത്തെ നേരിടുന്നത്. എന്നാൽ അവർ എടുത്ത ആ ഒരു നിലപാട് എന്തായിരുന്നു? അതെന്താണെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അവിടെ 30-ാം തിരുവാക്യം. അവർ അവളെ കൊണ്ടുവന്നു, സൂസന്നയെ വിചാരണയ്ക്കായി കൊണ്ടുവരികയാണ്. തന്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ആഘോഷത്തിനല്ല ഈ കടന്നു വരുന്നത്. സമൂഹത്തിൽ വിചാരണയ്ക്കായിട്ടാണ് കടന്നു വരുന്നത്. അവിടെ അവളെ ഒറ്റയ്ക്കാക്കുന്ന ഒരു കുടുംബത്തെ അല്ല നമ്മൾ കാണുന്നത്. അവർ ഒരുമിച്ച് ഐക്യത്തോടെ ആ ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. പ്രശ്നം വന്നപ്പോൾ സൂസന്നയെ പഴിചാരി അവർ മാറി നിൽക്കുകയല്ല. അവർ ഒരുമിച്ച് ആ ഒരു ഐക്യം, കുടുംബത്തിന്റെ ആ ഒരു ഐക്യം അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് എടുത്ത് കാണിച്ചു തരികയാണ്. മാതാപിതാക്കൾ, അവളുടെ കുട്ടികൾ, ബന്ധുക്കൾ, കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് വിചാരണയ്ക്ക് കടന്നു വരുന്നത്. അതിലൂടെ വരുന്ന നാണക്കേടോ അതിലൂടെ അവർക്ക് വരുന്ന അപമാനമോ അതൊന്നും അവർ വകവയ്ക്കുന്നില്ല. തങ്ങളുടെ മകൾക്ക്, തന്റെ കുടുംബത്തിലുള്ള സൂസന്നയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് കുടുംബത്തിലുള്ള അവർ ഓരോരുത്തരും സൂസന്നയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇത് പരിശുദ്ധ വചനം നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉറപ്പായിട്ടും നമുക്ക് സംഭവിക്കും. വ്യക്തിപരമായി സംഭവിക്കാം, കുടുംബത്തിൽ സംഭവിക്കാം. എന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒരു നിലപാട്, അതാണ് പരിശുദ്ധ വചനം നമുക്ക് ഇന്ന് വ്യക്തമാക്കി തരുന്നത്. അവർ ഒരുമിച്ച് ഐക്യത്തോടെ കടന്നു വരികയാണ്. തുടർന്ന് വീണ്ടും 33-ാം തിരുവാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു. സൂസന്നയുടെ ആ ഒരു കർത്താവിനെ വിളിച്ചുള്ള നിലവിളി കണ്ട്, അവളുടെ മേൽ ആരോപിക്കപ്പെട്ട ആ കുറ്റങ്ങൾ കണ്ട് അവരെല്ലാവരും കരയുകയാണ്. അവളോട് ചേർന്ന് അവർ അവളുടെ ദുഃഖത്തിൽ പങ്കുപറ്റുകയാണ്. ആ ഒരു കുടുംബത്തിന്റെ, സുഹൃത്ത് ബന്ധത്തിന്റെ ഒക്കെ ഒരു ഐക്യം, ആവശ്യകത കർത്താവ് അവിടെ എടുത്തു കാണിച്ചു തരികയാണ്. തുടർന്ന് അവർ ഒരുമിച്ച് ആ പ്രശ്നത്തെ നേരിടുകയാണ്. കർത്താവിന്റെ ആ ഒരു വലിയ നടത്തിപ്പ് അവർ ഒരുമിച്ച് കാണുകയാണ്. അപ്പോൾ ആ കുടുംബത്തിനുണ്ടായ റിയാക്ഷൻ എന്തായിരുന്നു? 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 63-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഹിൽക്കിയായും ഭാര്യയും തന്റെ മകളായ സൂസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു. അവളുടെ ഭർത്താവായ യോവാക്കീമും ബന്ധുക്കൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. എന്തെന്നാൽ ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല. അവളുടെ മേൽ ആരോപിക്കപ്പെട്ട ആ ഒരു കുറ്റം അത് ശരിയല്ല എന്ന് തെളിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൂസന്നയെ ഓർത്ത്, സൂസന്നയിലെ നന്മയെ ഓർത്ത് അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇതേക്കുറിച്ച് നമ്മൾ പഠിച്ച സുഭാഷിതങ്ങൾ 31-ാം അധ്യായത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. ഒരു ജ്ഞാനമുള്ള സ്ത്രീയെ കുറിച്ച് അവളുടെ കുടുംബാംഗങ്ങൾ എന്താണ് പറയുക എന്ന്. സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 28-ാം തിരുവാക്യം. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു. അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു.
എന്ന് പറഞ്ഞ് പ്രശംസയുടെ വാക്കുകൾ പറയുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സുഭാഷിതങ്ങളിൽ നമ്മൾ ബേസായി കാണുന്ന ആ ജ്ഞാനമുള്ള സ്ത്രീയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കുന്ന ആ ഒരു റിവാർഡ്, ആ ഒരു പ്രതിഫലം, തന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം വിശ്വസ്തയെന്ന് പ്രശംസയോടെ പറയുന്ന ആ ഒരു ഭാഗം, അത് സൂസന്നയിൽ നിറവേറുകയായിരുന്നു. അവൾ ജ്ഞാനമുള്ളവളാണെന്ന്, അവളൊരു ഉത്തമയായ ഭാര്യയാണെന്ന്, ഉത്തമയായ കുടുംബിനിയാണെന്ന് അവളുടെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കുടുംബത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഈ ഒരു കുടുംബത്തിനനുസരിച്ച് നമ്മളുടെ കുടുംബങ്ങൾ രൂപപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. 84 സങ്കീർത്തനം 11 വാക്യത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ദൈവമായ കർത്താവ് സൂര്യനായി പരിചയമായുള്ളവർക്ക്, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും നിഷേധിക്കപ്പെടുകയില്ലെന്ന പരിശുദ്ധ വചനം പറയുന്നേ. ഇത് തന്നെയല്ലേ സൂസന്നയുടെ ജീവിതത്തിലും നമ്മൾ കണ്ടത്? ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും വ്യാപരിക്കുവാൻ, ഇതുപോലെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് പരിചയമായി നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നന്മയും നിഷേധിക്കപ്പെടുകയില്ല. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിചയമായി അങ്ങ് കടന്നു വരണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമാർത്ഥതയോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. മനോഹരം യാഹിദിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹിദിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ, എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ, എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഈ വചന വാഗ്ദാനം, ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ലെന്നുള്ള അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയേ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയേ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നേരായി നടപ്പവർക്ക്. നേരായി നടപ്പവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അങ്ങേ ആഹ്വാനത്തിനായി കർത്താവേ നന്ദി പറയുകയാണ്. അങ്ങയുടെ വാഗ്ദാനത്തെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനം പോലെ പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ മുൻപിൽ വ്യാപരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി കർത്താവിൻ്റെ ആ ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും അടുത്ത ആഴ്ച ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ആഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസ യാത്രയിൽ മുൻപോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.